സാറേ, ഇപ്പം രാഹുൽ ഗാന്ധി പുതിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. അതായത് വോട്ടവകാശ യാത്ര ബീഹാറിലാണ് സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 1600 കിലോമീറ്ററോളം നീളുന്ന യാത്ര എന്നാണ് കേൾക്കുന്നത്. എന്തായിരിക്കും സാറേ ലക്ഷ്യം? അതായത് അവിടെ ഈ വർഷാവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കോൺഗ്രസിന് വലിയ സാധ്യതയൊന്നും ഇല്ല. ആകെ കോൺഗ്രസ് തന്നെ സാധ്യതയായിട്ട് കാണുന്നത് മുസ്ലിം ഭൂരിപക്ഷ വോട്ട് ബാങ്ക് എന്നുള്ളതാണ്. സോണിയാഗാന്ധി സമീപകാലത്തൊരു ലേഖനം എഴുതിയത് തന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്നുള്ള പ്രസ്താവന, അത് പ്രിയങ്കയുടേത് വഞ്ചനയാണെന്ന് ഇസ്രയേൽ സ്ഥാനപതി പറഞ്ഞു. അപ്പോൾ കുറേ മുസ്ലിം വോട്ടർമാരെ കൂട്ടത്തിൽ ചേർക്കാമോ എന്ന് നോക്കുന്ന ഒരു പരിപാടിയായിട്ട് നമ്മൾ കണ്ടാൽ മതി. അല്ലാതെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, ഇന്ത്യൻ ഭരണഘടന ഭയങ്കരമായിട്ട് സംരക്ഷിച്ചിട്ടുള്ള കുടുംബമാണ് നെഹ്റു വംശം എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ കണ്ടിട്ടുള്ളതല്ലേ നമ്മള്. പിന്നെ ഇന്ദിരാഗാന്ധി മറ്റേ 356 വകുപ്പ് ഭരണഘടനയുടെ ഉപയോഗിച്ചിട്ട് അവരധികാരത്തിലൊക്കെ വരുമ്പോൾ അവരുടേതല്ലാത്ത സർക്കാരുകളൊക്കെ വിടുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ വോട്ടധികാർ യാത്ര, വോട്ടവകാശ യാത്ര ഇന്ന് തുടങ്ങിയിട്ട് പാട്നയിൽ അവസാനിക്കും. 16 ദിവസത്തെ യാത്ര, 1300 കിലോമീറ്റർ. ഇതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്ന RJD നേതാവ് തേജസ്വി യാദവാണ്. അതല്ലാതെ വലിയ ഇന്ത്യൻ മുന്നണിയുടെ കൊള്ളാവുന്ന നേതാക്കൾ ഒന്നും ഇതിൽ പങ്കെടുക്കുന്നതായിട്ട് റിപ്പോർട്ടിൽ കാണുന്നില്ല. വളരെ വിചിത്രമാണെന്ന് തോന്നാം, നക്സലൈറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. CPI ML ലിബറേഷൻ, ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ദീപങ്കർ ഭട്ടാചാര്യ പങ്കെടുക്കുന്നുണ്ട്. അവർക്കൊരു MP ഉണ്ട് കാരാക്കട്ടിൽ നിന്ന്, രാജാറാം കാരാക്കട്ട് മണ്ഡലത്തിൽ നിന്ന്. CPIM-ന്റെ സുഭാഷിണി അലി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ പാർട്ടികളാണല്ലോ അല്ലേ, ആ നക്സലൈറ്റ് പാർട്ടി CPM ഒക്കെ ദേശീയ തലത്തിൽ അംഗീകാരം തന്നെ ഇല്ലാത്ത പാർട്ടികളാണ്. അപ്പം ഇത് 20 ജില്ലകളിൽ കൂടി കടന്നു പോകും. ചില കിട്ടും എന്ന് വിചാരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ കൂടി ഒക്കെയാണ് കടന്നു പോകുന്നത് ഈ യാത്ര. സെപ്റ്റംബർ 1-ാം തീയതി പാട്നയിലെ ഗാന്ധി മൈതാനിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ സസറാം, ഇത് തുടങ്ങുന്നത് സസറാം എന്ന് പറയുന്നത് റോഹ്താസ് ജില്ലയിലാണ്. സസറാം എൻ്റെയൊക്കെ മനസ്സിൽ കിടക്കുന്നത് ജഗ്ജീവൻ റാമിൻ്റെ കീശമണ്ഡലം, പോക്കറ്റ് ബറോ. ജഗ്ജീവൻ റാം സ്ഥിരമായിട്ട് ജയിച്ചിരുന്ന മണ്ഡലമാണ് സസറാം. ജഗ്ജീവൻ റാമിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകള് മീരാ കുമാർ ജയിച്ചിരുന്ന മണ്ഡലമാണ്. മീരാ കുമാർ പിന്നെ സ്പീക്കറായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ. അപ്പോൾ സസറാം എന്ന് പറയുന്നത് അവരുടെ കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത മണ്ഡലം എന്നുള്ള നിലയ്ക്കാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഉണ്ടല്ലോ, SIR, ബീഹാറിൽ നടക്കുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണം, അതിനെതിരെ ഉള്ള ഒരു നീക്കം എന്നുള്ള നിലയ്ക്കാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവ് അതിന് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ഇത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 20-ാം തീയതി, 25-ാം തീയതി, 31-ാം തീയതി ഈ 3 ദിവസം രാഹുൽ ഗാന്ധി ബ്രേക്ക് എടുക്കും. അപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊള്ളുമല്ലോ, അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പം അങ്ങനെ 3 ദിവസം ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞ് ഭാരത് ജോഡോ യാത്ര ഇങ്ങനെയൊക്കെ നടത്തിയത് കോൺഗ്രസിനെ വളരെ ശക്തിപ്പെടുത്തി എന്നാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കരുതുന്നത്. അവകാശപ്പെടുന്നു എന്ന് പറയാം. അവര് കരുതുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടുകാർ കരുതുന്നില്ല എന്ന് വന്നില്ലേ. അപ്പോൾ അത് വലിയ വിജയമാണ് എന്ന് കരുതിയിട്ട്, കാരണം അത് സോറോസിന്റെ ഫണ്ട് വൈസ് പ്രസിഡന്റ് ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നില്ലേ. ബംഗളൂരു, കർണാടകയിൽ ഇതെത്തിയപ്പോ ഇത് ഫണ്ട് ചെയ്തിരുന്ന സോറോസിന്റെ ഒരു പ്രതിനിധി ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റ് ഷെട്ടി നേരിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതെങ്ങനെ, കാരണം എന്താന്ന് വെച്ചാൽ ഒരു മുതലാളി എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ശരിക്കും തിരക്കേണ്ട ബാധ്യതയില്ലേ. അപ്പൊ പരിശോധിക്കാനായിട്ട് കാശ് മേടിച്ചിട്ട് ഇവര് മര്യാദയ്ക്ക് നടത്തുന്നുണ്ടോ, അതോ ഇടയ്ക്ക് ഇയാള് അവിടെ നിന്ന് മുങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് സോറോസിന്റെ പ്രത്യേക ശ്രദ്ധ അതില്
അക്കാലത്ത് ഉണ്ടായിരുന്നു. സാർ, ഇപ്പോൾ ഇവിടുത്തെ ബീഹാറിൽ കോൺഗ്രസിന് വലിയ വേരോട്ടമൊന്നുമില്ല. അവിടെ കാലങ്ങളായിട്ട് കോൺഗ്രസ് മറ്റ് സഖ്യകക്ഷികളുമായിട്ട് ചേർന്ന് അവരുടെ ഒരു പിന്തുണയിൽ മത്സരിക്കുന്നതൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഇത്തരം അഭ്യാസം കാണിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാകുക? ഒരു നേട്ടം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, വോട്ട് കൊള്ള എന്ന് പറഞ്ഞൊരു ആരോപണം അയാൾ കൊണ്ടുവന്നു. പൊട്ടനാണല്ലോ. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടുന്നതിന് മുമ്പ് തന്നെ 2 തവണ 80-ലും 80-ല് വോട്ടർ പട്ടികയിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ 82-ല് ഇതിനെതിരെ ജനരോഷം ഉണ്ടായി. അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്ത് മാറ്റിയിരുന്നു. അത് കഴിഞ്ഞ് 1983-ല് അവർക്ക് പൗരത്വം കിട്ടുന്നുണ്ടല്ലോ. ആ പൗരത്വം കിട്ടുന്നതിന് 4 മാസം മുമ്പാണ് അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്. അപ്പൊ 2 തവണ ചേർത്തതും അവർക്ക് പൗരത്വം ഇല്ലാത്ത സമയത്താണ്. ഇത് പുറത്തു വന്നു എന്നുള്ളതാണല്ലോ ഇതിന് കൊണ്ടുണ്ടായൊരു ഗുണം. പിന്നെ റായ്ബറേലിയില് അല്ലേ ക്രമക്കേടുകൾ ധാരാളം ഉണ്ട്. അവിടെയും വിലാസം 0 എന്ന് രേഖപ്പെടുത്തിയ അല്ലേ. ഇങ്ങനെ കോൺഗ്രസ്സുകാരുടെയൊക്കെ കുറെ കാര്യങ്ങൾ പുറത്തു വന്നു. ജലഹള്ളി, കർണാടകയില് ജലഹള്ളിയിൽ മുനിരത്ന എന്ന് പറഞ്ഞ MLA 2018-ല് ഒരു ഫ്ലാറ്റിൽ നിന്ന് 10,000 ഐഡന്റിറ്റി കാർഡുകൾ, വോട്ടർ ID കാർഡുകൾ പിടിച്ചൊരു സംഭവം ഉണ്ട്. 4 ചേരികളിൽ നിന്ന് സംഘടിപ്പിച്ച വോട്ടർ ID കാർഡുകളാണ്. ആ 4 ചേരികളുടെ അടുത്ത് 4 മോസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വോട്ടർമാർ 10,000 പേര് ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മുനിരത്ന എന്ന് പറഞ്ഞ ആള് 10,000 വോട്ടർ ID കാർഡുകൾ എന്തിനു വേണ്ടി ശേഖരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇങ്ങനെ ധാരാളം ക്രമക്കേടുകൾ. എന്തിനാണ് ആ അംബേദ്കറും മറ്റേ മത്സരിക്കുന്ന കാലത്ത് മഹാരാഷ്ട്രയില് അംബേദ്കർ മഹാരാഷ്ട്രയിൽ മത്സരിക്കുന്ന കാലത്ത് വോട്ടെണ്ണി തോൽപ്പിക്കുകയായിരുന്നില്ലേ അംബേദ്കറിനെ. അംബേദ്കർ ഒരു കാരണവശാലും ലോക്സഭയിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തുടങ്ങിയ അഴിമതിയും വൃത്തികേടുകള് അല്ലേ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടർന്ന അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതികള്, 48-ാം ഭരണഘടനാ ഭേദഗതി തുടങ്ങി പൗര സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത പാരമ്പര്യമാണ് ഈ രാഹുൽ ഗാന്ധിക്കും കുടുംബത്തിനും ഉള്ളത്. ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് കൊള്ള എന്ന് ഇയാൾ പറഞ്ഞു. വോട്ട് കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ ആളുടെ പേര് 4 സ്ഥലത്ത്. ഇത് കർണാടകയിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് BJP അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ആ ശ്രീവാസ്തവ എന്ന് പറഞ്ഞ ആള്, മറ്റേ സിംഗ് അല്ലേ, പിന്നെ ഒരു സ്ത്രീ. ഇവര് പലതവണ മറ്റേ ഓൺലൈനിൽ അപേക്ഷിക്കുന്നുണ്ട്, എന്നിട്ട് മറുപടി കിട്ടുന്നില്ല, വീണ്ടും അപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് പല സ്ഥലത്തും ഒരു ബൂത്തിൽ 2 തവണ ഇങ്ങനെയൊക്കെ വന്നതെന്നുള്ളത് വ്യക്തമാണ്. ഇത്തരം ആളുകളെ, മരിച്ചവരെയൊക്കെ എടുത്ത് നീക്കുന്ന പണിയാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR വഴി ബീഹാറിൽ ചെയ്തത്. ഇപ്പൊ അതിനെതിരെയാണ് ഇയാളുടെ യാത്ര ആണല്ലോ. അതായത് ഇയാൾ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ തീർത്തിട്ട് ഇപ്പൊ ബംഗാള്, ബീഹാർ തുടങ്ങി ഇങ്ങനെ ആളുകളെ ചേർക്കുന്ന സ്ഥലത്തൊക്കെ ശുദ്ധീകരണം നടക്കുന്നു. ഈ ശുദ്ധീകരണത്തിന് അനുകൂലിക്കല്ലേ വേണ്ടേ രാഹുൽ ഗാന്ധി? ബീഹാറിൽ ശുദ്ധീകരിച്ചു വോട്ടർ പട്ടിക. ബീഹാറിൽ ഇല്ലാത്ത ആളുകളുടെ പേരുകൾ വോട്ടറിൽ, മരിച്ചുപോയ കുറെ ആളുകൾ, 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെയാണല്ലോ. അതിനെ അനുകൂലിച്ചിട്ടല്ലേ ഇയാൾ നിലകൊള്ളേണ്ടത്. വോട്ട് കൊള്ളാന്ന് പറയാ. അപ്പൊ ഇരട്ടത്താപ്പ് ആണ്. ഒരു ശക്തിയും അവിടെ ഇല്ല. നിതീഷ് കുമാർ ഇങ്ങോട്ട് വന്നതോടുകൂടി NDA ശക്തിപ്പെടുകയാണ് ബീഹാറിൽ ചെയ്തത്. പിന്നെ ഈ മക്കാൻ എന്ന് പറഞ്ഞ മക്കാന് ബോർഡ് ഉണ്ടാക്കിയില്ലേ, നമ്മുടെ ആമ്പൽ വിത്ത്. അപ്പൊ മക്കാൻ കൃഷി ചെയ്യുന്നവരൊരു പ്രത്യേക സമുദായമാണ് അവിടെ, പിന്നാക്കക്കാര്. ആ പിന്നാക്ക സമുദായം മക്കാൻ ബോർഡ് ഉണ്ടാക്കിയതോടുകൂടി ആ സമുദായം കൂടി ഇന്ത്യയുടെ കൂടെ വന്നു. ഇപ്പൊ അവിടെ സീതയ്ക്ക് ക്ഷേത്രം തുറന്നിട്ടുണ്ട്, വലിയ ക്ഷേത്രം അല്ലേ, അയോധ്യ ക്ഷേത്രത്തിനോട് കിടപിടിക്കുന്നത്. അങ്ങനെ ആകെ സംഭവിക്കുന്നത് നിതീഷ് കുമാറിന്റെ മകൻ കൂടി
സ്ഥാനാർത്ഥി ആയിരിക്കാം. 50 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. അത്രയും കാലം അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവം ഇല്ലാതെ നിതീഷ് കുമാർ മാതൃക കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കാലാവസ്ഥയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി NDA അധികാരത്തിൽ വരും എന്നുള്ളത് എഴുതപ്പെട്ടതാണ്. എന്നിട്ടാണ് ഈ തട്ടിപ്പും പറഞ്ഞ് ഈ രാഹുലും കൂട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒരു തട്ടിപ്പ് യാത്ര 16 ദിവസം ആരോഗ്യത്തിന് നല്ലതാണ് നടക്കുകയാണെങ്കിൽ, എന്നല്ലാതെ ആരോഗ്യം മെച്ചപ്പെടുമെങ്കിൽ ഇത്തരം യാത്രകൾ നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.